ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചത് ചൈനയുടെ മിസൈലുകളാണ്. എന്നാൽ ഇവ തകർത്ത് തരിപ്പണമാക്കാൻ ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മണ്ണിൽ തകർന്നു വീണ ചൈനയുടെ മിസൈലുകൾ ഇന്ത്യ ഇഴകീറി പരിശോധിക്കാൻ അത് സമാഹരിക്കുകയും ചെയ്തു. PL-15 മിസൈലാണ് ഇന്ത്യയുടെ തിരിച്ചടിയിൽ നിലം പൊത്തിയത്. ഇത് തുറന്നു പഠിച്ചതോടുകൂടി തന്നെ അവിടെ ചൈനയുടെ മിസൈലുകൾ നിർമ്മാണത്തിൽ അവർ എന്ത് സീക്രട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യക്ക് ലഭ്യമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ രഹസ്യ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ അസ്ട്രോ മാർക്ക് 2 എന്ന 160 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈൽ 700 എണ്ണം വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 79,000 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ആയുധങ്ങൾ സംഭരിക്കാനുള്ള പട്ടികയിൽ അസ്ട്രോ മാർക്ക് 2 ഉൾപ്പെടുന്നുണ്ട്. ഈ ശക്തമായ ഇന്ത്യൻ മിസൈലുകൾ തേജസ്, സുഖോയ് എന്നീ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കും. ഇന്ത്യയുടെ ആകാശ യുദ്ധത്തിൽ അസ്ട്രോ മാർക്ക് 2 കരുത്തേകും. അതുപോലെ തന്നെ അല്പഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് സ്വയം നിർവീര്യമാകുന്ന സംവിധാനമാകട്ടെ ചൈനയുടെ PL-15 മിസൈലിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പ്രവർത്തിച്ചിരുന്നില്ല. ഇത് ഇന്ത്യക്ക് ഗുണകരമാവുകയും ചെയ്തു. കാരണം ചൈനയുടെ PL-15 മിസൈലിനുള്ളിൽ ഉണ്ടായിരുന്ന ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാനിംഗ് ഏറെ ആ റഡാർ പ്രവർത്തിച്ചിരുന്നു.